പുണ്യമാസമായ കർക്കിടകം വീണ്ടും വരവായി. എങ്ങും രാമമന്ത്രമുഖരിതമായ അന്തരീക്ഷം. രാമായണ പാരായണവും നാലമ്പല ക്ഷേത്ര ദർശനവും രാമക്ഷേത്ര ദർശനവുമായി ഭക്തിയുടെ നിറവിൽ നിൽക്കുന്ന ഒരു അന്തരീക്ഷം. ഇന്ത്യയിൽ എല്ലായിടത്തും പ്രചാരമുള്ള ഒരു മഹാകാവ്യമാണ് രാമായണം. മലയാളത്തിലും തമിഴിലും സംസ്കൃതത്തിലും ഹിന്ദിയിലും ബംഗാളിയിലും വരെ രാമായണ കഥ പല ഭാഷകളിൽ പല രീതികളിൽ അറിയപ്പെടുന്നു. ഇതേപോലെ തന്നെ രാമായണ കഥയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളും പലയിടത്തും ഉണ്ട്. അത്തരത്തിൽ എറണാകുളം ജില്ലയിൽ ശ്രീരാമചന്ദ്രസ്വാമിയുടെ പാദസ്പർശം കൊണ്ട് പവിത്രമെന്ന് വിശ്വസിക്കപ്പെടുന്ന രാമായണ കഥയുമായി ബന്ധമുള്ള ചില ഇടങ്ങളിലൂടെ ഉള്ള ഒരു സഞ്ചാരമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. എല്ലാവർക്കും VCFMന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ശ്രീരാമചന്ദ്രസ്വാമിയുടെ പാദസ്പർശം കൊണ്ട് പവിത്രമെന്ന് വിശ്വസിക്കപ്പെടുന്ന ശ്രീ ഹനുമത് പൂജിത ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. എറണാകുളം ജില്ലയിലെ ഇടക്കാട്ടുവേൽ പഞ്ചായത്തിൽ നെൽപ്പാടങ്ങൾക്ക് നടുവിലായി ഒരു ചെറിയ കുന്നിൻ മുകളിലാണ് ശ്രീ ഹനുമത് പൂജിത ശ്രീരാമസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 1200 വർഷം പഴക്കം ഗണിക്കുന്ന ഈ ക്ഷേത്രം കേരളീയ വാസ്തുവിദ്യയുടെ മഹിടോദാഹരണമാണ്. നിരവധി ദാരുശില്പങ്ങളും അതേപോലെ കരിങ്കല്ലിൽ തീർത്ത അനവധി ശില്പങ്ങളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇവയെല്ലാം ഈ ക്ഷേത്രത്തിൻ്റെ പഴക്കത്തെ സൂചിപ്പിക്കുന്നു. ദാരുശില്പങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായ ഒരു വലിയ ബലിക്കൽപ്പുരയാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. ബലിക്കൽപ്പുരയിൽ നമുക്ക് ഒരുപാട് ദാരുശില്പങ്ങൾ കാണാൻ പറ്റും. കാലപ്പഴക്കം കൊണ്ട് പലതും നാശോന്മുഖമായിട്ടുണ്ട്. മാത്രമല്ല, വലിയ ബലിക്കലിന് മുന്നിലായി വളരെ ഭംഗിയുള്ള മനോഹരമായ ഒരു തൂക്കുവിളക്കും നമുക്ക് കാണാം. ഈ തൂക്കുവിളക്കിന് ഏകദേശം ക്ഷേത്രത്തിൻ്റെ അത്രയും തന്നെ പഴക്കമുണ്ട് എന്നും അനുമാനിക്കാം. കാരണം മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു തൂക്കുവിളക്കാണ് ഈ ക്ഷേത്രത്തിൽ ഉള്ളത്. ക്ഷേത്രോൽപത്തിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യം ഇങ്ങനെ: പണ്ട് സീതാസമേതനായി ശ്രീരാമസ്വാമി ഇവിടെ വസിച്ചിരുന്നു അത്രേ. മായപ്പൊന്മാനായി വന്ന മാരീചനെ കണ്ട് ദേവി മോഹിക്കുകയും ആ പൊന്മാനെ തനിക്ക് വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്രേ. പൊന്മാനെ തേടി പോയ ശ്രീരാമന്റെ തിരുരൂപം ഇവിടെ വെച്ച് ദേവിക്ക് കാണാതായെന്നും ഭഗവാന്റെ തിരുരൂപം മറഞ്ഞ സ്ഥലമാണ് തിരുമറയൂർ ആയത് എന്നുമാണ് ഐതിഹ്യം. ഈ കഥയെ ആസ്പദമാക്കി നിരവധി സ്ഥലനാമങ്ങളും ഈ ക്ഷേത്രത്തോട് ചുറ്റും ഉണ്ട്. ഉദാഹരണത്തിന്, മാൻ മരിച്ചു വീണ സ്ഥലം മാമലശ്ശേരി എന്നും, മാൻ 2 കഷ്ണങ്ങളായി മുറിഞ്ഞുവെന്നും, മേൽഭാഗം വീണ സ്ഥലം മേൽമുറി എന്നും കീഴ്ഭാഗം വീണ സ്ഥലം കീഴ്മുറി എന്നും അറിയപ്പെടുന്നു. ദീർഘചതുരാകൃതിയിൽ കരിങ്കല്ലിൽ തീർത്ത വലിയ ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി ശ്രീരാമചന്ദ്രസ്വാമി വാണരുളുന്നു. ഇരുനിലകളോട് കൂടിയ വളരെ വലിയ ഒരു ശ്രീകോവിലാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. ഈ ശ്രീകോവിൽ തന്നെ ശില്പങ്ങൾ കൊണ്ട് അനവധി കൊത്തുപണികൾ നിറഞ്ഞതാണ്. ഇതുകൊണ്ട് തന്നെ ഇത് ഒരു മഹാക്ഷേത്രമായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. മാത്രമല്ല, ക്ഷേത്രത്തിൻ്റെ മുന്നിലായി നരസിംഹാവതാരത്തിൻ്റെ ദാരുശില്പങ്ങളും നമുക്ക് കാണാനായി സാധിക്കും. ക്ഷേത്രത്തിൽ ശ്രീരാമന് പുറമെ ഹനുമാൻ സ്വാമി, അയ്യപ്പൻ, ഗണപതി, സർപ്പധർമ്മ ദൈവതകൾ, അതേപോലെ ഭഗവതി എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. ശ്രീരാമചന്ദ്രസ്വാമിയെ പോലെ തന്നെ അതേ
പ്രാധാന്യത്തോടുകൂടി ഹനുമാൻ സ്വാമിയെയും ഇവിടെ പൂജിക്കപ്പെടുന്നു. ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും നിർമ്മാല്യ പൂജ കഴിക്കാനായി ഹനുമാൻ സ്വാമി നേരിട്ട് എത്താറുണ്ട് എന്നാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിൽ ഒന്ന്. മഹാവിഷ്ണുവിന്റെ ചതുർബാഹു രൂപത്തിലുള്ള വിഗ്രഹ പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിൽ ഉള്ളത്. ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ പട്ടാഭിഷേക ഭാവമാണ് സങ്കല്പം. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ, സീതാദേവി, ആഞ്ജനേയസ്വാമി എന്നിവരുടെ സാന്നിധ്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ നാലമ്പല ക്ഷേത്ര ദർശനം നടത്തുന്ന പുണ്യം ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാൽ ലഭിക്കും എന്നാണ് വിശ്വാസം. എല്ലാ വർഷവും ചിങ്ങമാസം 1-ാം തീയതി നടത്തുന്ന ശ്രീരാമ പട്ടാഭിഷേകം ചന്ദനം ചാർത്തലാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം. ഈ ദിവസം ദർശനം നടത്തുന്നത് ഒരു വർഷത്തേക്കുള്ള ഫലം നൽകും എന്നാണ് വിശ്വാസം. ഇടക്കാട്ടുവയൽ പഞ്ചായത്തിൽ പാടശേഖരങ്ങൾക്ക് സമീപമായി ഒരു ചെറിയ കുന്നിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ വലിയ കൊട്ടാരം. കൊച്ചി രാജകുടുംബങ്ങൾ ക്ഷേത്ര ദർശനത്തിനായി വരുമ്പോൾ താമസിച്ചു കൊണ്ടിരുന്ന അവരുടെ അതിഥി മന്ദിരമാണ് 3 നിലകളോട് കൂടിയ ഈ കൊട്ടാരം. ഇതും വാസ്തുശില്പ വൈവിധ്യം കൊണ്ട് സമ്പൂർണമാണ്. 3 നിലകളോടുകൂടിയ ഈ നിർമ്മിതി പണ്ട് കൊച്ചി രാജകുടുംബങ്ങൾ ക്ഷേത്ര ദർശനത്തിന് വരുമ്പോൾ താമസിക്കാൻ ഉപയോഗിച്ചിരുന്നവയാണത്രേ. ക്ഷേത്രോത്സവവും മറ്റും കാണുന്നതിന് വേണ്ടി ഏറ്റവും മുകളിലത്തെ നിലയിൽ ഒരു ഊഞ്ഞാൽക്കട്ടിലും ഉണ്ടായിരുന്നു അത്രേ. പട്ടാഭിഷേകം ചന്ദനം ചാർത്തലാണ് ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാട്. ഇതിനു പുറമെ ശ്രീരാമസ്വാമിക്ക് പാൽപായസവും ഹനുമാൻ സ്വാമിക്ക് വടമാലയും വെറ്റിലമാലയും കൂടാതെ കാര്യസിദ്ധിക്കായി നെയ്വിളക്കും നടത്തപ്പെടുന്നു. എറണാകുളം ജില്ലയിലെ ഇടക്കാട്ടുവയൽ പഞ്ചായത്തിൽ പാടശേഖരങ്ങൾക്ക് നടുവിലായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഭക്തരുടെ മനസ്സും അതേപോലെ ആത്മാവും സന്തോഷത്തിലാക്കുന്നു.